നമസ്കാരം. വയനാട്ടിൽ എങ്ങനെ റബ്ബറിൽ കുരുമുളക് കൃഷി ചെയ്യാം എന്നതിനെ പറ്റിയാണ് നമ്മുടെ വീഡിയോ. ഇത് വയനാട്ടിൽ പേരിയ വില്ലേജിൽ ആണ് ജോളിച്ചേട്ടൻ എന്ന കർഷകൻ്റെ തോട്ടത്തിലാണുള്ളത്. ഇനി അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ വിശദമായി നമുക്ക് ചോദിക്കാം. ജോളിച്ചേട്ടാ, ഈ റബ്ബറിൽ കുരുമുളക് കൃഷി ചെയ്യാൻ ഉള്ള കാരണം എന്താ? സാറേ, ബിജു സാറേ, നമ്മുടെ റബ്ബറിന് തീരെ വിലയില്ലാത്തതുകൊണ്ടാണ് ഈ കുരുമുളക് കൃഷിയിലോട്ട് തിരിഞ്ഞത്. ഈ കുരുമുളക് കൃഷിയിലാണ് ഇപ്പോൾ നല്ല വിലയും ഇതെല്ലാം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ റബ്ബറിന് 200 താഴെ ഒരു വിലയല്ലേ ഉള്ളൂ. നമുക്ക് പണിയെടുത്താൽ അതിനുള്ള കൂലി നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് കുരുമുളക് കൃഷി ഇതിലോട്ട് റബ്ബറിൽ ചെയ്യാൻ കാരണം. ഇത് ചെയ്യാനുള്ള ആദ്യ പടികൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് റബ്ബറിൻ്റെ ചുവട്ടിൽ? ഇത് സാറേ, ആദ്യം നമ്മൾ റബ്ബറിൻ്റെ മൂട്ടിൽ ഒരു കുഴിയെടുക്കും. കുഴിയെടുത്ത് കഴിഞ്ഞ് കുമ്മായം ഇടണം. റബ്ബറിനോട് എത്ര അടി വിട്ടിട്ടാണ് ഇത് എടുക്കേണ്ടത്? ഒരടി വിട്ടിട്ട് മതി. എന്നിട്ട് അതിന് കംപ്ലീറ്റ് കുമ്മായം ഇടണം. ഒരു 200 ഗ്രാം കുമ്മായെങ്കിലും ഒരു റബ്ബറിൻ്റെ മൂട്ടിൽ നമ്മൾ ഇടണം. പിന്നെ ആദ്യത്തെ പടി എന്താണെന്ന് വെച്ചാൽ സാറേ, നമ്മുടെ മണ്ണൊന്ന് പരിശോധിക്കും. എന്തെല്ലാം വേണമെന്നുള്ളത് ആദ്യം നമ്മൾ മണ്ണ് പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് കുമ്മായം ഇട്ട് ഒരു 15 ദിവസം കഴിയുമ്പോൾ സാറേ, നമ്മൾ ചാണകം ഒരു ഇതിന് ഒരു പൊടിക്ക് കുറഞ്ഞത് നമ്മളൊരു അരപ്പാട്ട ചാണകം, എല്ലുവടി, വേപ്പുമണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇത്രയും സാധനം കൂട്ടി ഇളക്കിയിട്ട് വേണം കുഴിയിലിടാൻ. കുഴിയിലിട്ട് മിക്സ് ചെയ്ത് ഇളക്കി കഴിഞ്ഞിട്ട് നമ്മളൊരു ജൂണിലാണല്ലോ സാറേ കൊടിയാടുന്നത്. അപ്പം ജൂണിൽ കൊടി നട്ട് നമ്മൾ ഒരു ചെറിയൊരു കൂമ്പലാക്കിയിട്ട് വേണം കുറച്ച് ചവറും വെട്ടി അതിൻ്റെ മൂടിൽ. ജോളിച്ചേട്ടാ, ഏത് ഇനമാണ് നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ചത്? സാറേ, ഞാൻ ഇത് നട്ടിരിക്കുന്നത് 500 വണ്ണാന്ന് ഞാൻ കൂടെ മേടിച്ച് നട്ടതാണ്. 500 വണ്ണാണ്. 500 വണ്ണ് നല്ല വിളവാണ്. വയനാട്ടിൽ കണ്ടിടത്തോളം നല്ല വിളവാണ്. അപ്പം 500 വണ്ണാണ് ഞാനിത് നട്ടിരിക്കുന്നത്. 500 തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? സാറേ, 500 ആകുമ്പം നല്ല കയറ്റം കിട്ടും. റബ്ബറാകുമ്പം വലിയ മരമാണല്ലോ. അപ്പം റബ്ബറിലോട്ട് നല്ലോണം കയറിപ്പോകുന്നത് ഇപ്പം 500 കണ്ടിടത്തോളം. അപ്പോൾ അത് കാരണമാണ് ഈ 500 നമ്മൾ ഇടാൻ കാരണം. ഇപ്പോൾ ഈ 500 നല്ല വളർച്ചയുള്ള ഒരു സാധനമാണ്. ഈ 500 കൊടി ഇപ്പോൾ ഇത് 15 മാസമായതുള്ളൂ നട്ടിട്ട്. 15 മാസമായപ്പോഴത്തേന് ഇത്രയും വളർന്നു കിട്ടി. അതുമല്ല, മരത്തിലോട്ട് കയറാനുള്ള ഒത്തിരി നീളമുള്ളതുകൊണ്ട് നല്ല വലിയ കൊടിയായി മാറും സാർ. ഇതിൻ്റെ വളങ്ങളെക്കുറിച്ചും കീടനാശിനികളെക്കുറിച്ചും ഒന്ന് പറഞ്ഞു തരാമോ? കാരണം വയനാട്ടിൽ ഒത്തിരി കീടങ്ങളുള്ളതെന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? സാറേ, നമ്മൾ നട്ട് കഴിഞ്ഞ് മുളച്ച് വരുമ്പോൾ നമ്മൾ എക്കാലസ് അടിക്കണം. 1 ലിറ്റർ വെള്ളത്തിൽ 20 മില്ലി, 10 ലിറ്റർ വെള്ളത്തിൽ 20 മില്ലി ചേർത്തിട്ട് എക്കാലസ് അടിച്ചു കൊടുത്താൽ പുഴുശല്യം, നമ്മുടെ വയനാട്ടിൽ കുറേ പുഴുശല്യങ്ങളുണ്ട്, അത് മാറിക്കിട്ടാൻ ഒരു 20 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ചെറുതായിട്ട് അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ റബ്ബറിൽ നടുമ്പോൾ സൂര്യപ്രകാശം ഏൽക്കുമോ? കുരുമുളകിന് സൂര്യപ്രകാശം അത്യാവശ്യമല്ലേ? അതിന് ഒത്തിരി ഇലകളുള്ളത് കൊണ്ട് സൂര്യപ്രകാശം താഴോട്ട് വരാൻ അത് റബ്ബറിന് കുരുമുളകിന് നല്ലതാണോ? സാറേ, നമ്മുടെ വയനാട്ടിൽ റബ്ബറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാറ് നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പം റബ്ബറിൽ ഒരൊറ്റ ഇലയില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ വയനാട്ടിലെ കംപ്ലീറ്റ് റബ്ബറിൽ ഇല പൊഴിഞ്ഞു പോകും. ഇല പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ മഴക്കാലത്ത് നമുക്ക് നല്ല സൂര്യപ്രകാശമാണ് നമ്മുടെ തോട്ടത്തിൽ കിട്ടും. പിന്നെ വേനൽക്കാലത്താണ് സാറേ പിന്നെ ഇതിന് ഇല വരിക. വേനൽക്കാലത്ത് നമുക്ക് എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ തണുപ്പ് നിൽക്കുന്നത് നല്ലതാണ്, സൂര്യപ്രകാശം കിട്ടും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഈ ചെറിയ കൊമ്പുകൾ വെട്ടുന്നത് നല്ലതാണ്, വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ഇലയില്ലാണ്ട് നല്ല സൂര്യപ്രകാശം. സാറ് നോക്കിയാൽ തന്നെ അറിയാമല്ലോ. ഇപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ഇത്രയും 200 കൊടിയോളം നിൽക്കുകയാണ്. ഈ 200 റബ്ബറേലും ഒരൊറ്റ ഇലയില്ല നിൽക്കുകയാണ്. അതുകൊണ്ട് നല്ല സൂര്യപ്രകാശമാണ് ലഭിക്കുന്നത്.
ഇത് നട്ട് കഴിഞ്ഞ് എത്ര മാസമാണ് നമ്മൾ അടുത്ത വളം ചെയ്യേണ്ടത്? വിജി സാറേ, നമ്മൾ ജൂണിലാണല്ലോ ഈ കൊടി നട്ടത്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസം ആകുമ്പോൾ മഴയും വെയിലും കൂടെ കിട്ടുന്ന ഒരു കാലാവസ്ഥയാണ്. അന്നേരം നമ്മൾ രാജാപ്പോസ്, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇത്രയും സാധനം കൂട്ടി ഇളക്കി, ചാണകം ആവശ്യമില്ല, രണ്ടാം വളം ചാണകം നമ്മൾ ഇടേണ്ട കാര്യമില്ല. അപ്പോൾ ഇത്രയും കൂട്ടിയിട്ടിട്ട് കുറച്ച് മണ്ണും കൂടെ ഇതിൻ്റെ മേലെ ഇടുക. അപ്പോൾ രാജാപ്പോസ് ഒരു ചാക്കുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്ക് അതിൻ്റെ അകത്ത് 20 കിലോ കൂട്ടണം, എല്ലുപൊടി 20 കിലോ, പിന്നെ അതുപോലെ തന്നെ വേപ്പും പിണ്ണാക്ക് എത്ര ഇട്ടാലും നമ്മുടെ കൊടിക്ക് നല്ലതാണ് സാറേ. അതുകൊണ്ട് അത് ലേശം ഒരു 1.5 അടിയെങ്കിലും അകലം പായിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഒരു കാരണവശാലും കൊടിയുടെ മൂട്ടിലോട്ട് പോകരുത്, കൊടിയുടെ വേരുകളും പോകാൻ പാടില്ല. ആ രീതിയിൽ വേണം ചെത്തി മൂടാൻ.